ട്രംപ് അധികാരത്തിൽ കയറിയപ്പോൾ മുതൽ ലോകം ശ്വാസം മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. വൺ ബൈ വൺ ആയിട്ടാണ് ട്രംപിന്റെ നീക്കങ്ങൾ. കാലുകുത്തിയ അന്ന് തന്നെ ടാരിഫ് ചുമത്തുന്നു, പിന്നെ അനധികൃത കുടിയേറ്റക്കാരെ ആട്ടി ഓടിക്കുന്നു. ഇപ്പൊ ഇതാ ഹമാസ് ബന്ദികളാക്കിയവരെ എത്രയും പെട്ടെന്ന് മോചിപ്പിച്ചില്ലെങ്കിൽ ഗാസ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. എന്തായാലും വിശദമാക്കാം. ഐ എം സ്വാതി, വെൽക്കം ബാക്ക് ടു ടോക്ക് സ്പേസ്. ശനിയാഴ്ചക്കകം ഇസ്രയേൽ ബന്ദികളെ പൂർണ്ണമായിട്ട് മോചിപ്പിക്കണം, ഇല്ലെങ്കിൽ വെടിനിർത്തൽ കരാർ ബ്രേക്ക് ചെയ്യും. ഇതാണ് ട്രംപ് ഹമാസിന് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ഇതിപ്പോ ഇസ്രയേലാണോ അതോ അമേരിക്കയാണോ യുദ്ധം ചെയ്യുന്നതാണെന്നാണ് സംശയം. ഇസ്രയേൽ പറയേണ്ട കാര്യങ്ങൾ ഇപ്പൊ പറയുന്നത് ആരാണ്? ട്രംപ് ആണ്. ട്രംപ് സത്യം പറഞ്ഞാൽ ടോട്ടലി കൺഫ്യൂസ്ഡ് ആണ്. കാരണം താൻ ചെയ്യാൻ വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം കൂടിയിട്ട് ഒറ്റയടിക്ക് ചെയ്ത് തീർക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ട്രംപ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള പ്രഹസനങ്ങളെല്ലാം കാഴ്ചവെക്കുന്നത്. മറ്റൊരു കാര്യം, ട്രംപ് ഗാസയിൽ വീണ്ടും യുദ്ധം പുറപ്പെടുവിക്കണമെന്ന് ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ട്രംപ് ചെയ്തിരിക്കും. അത് വേറൊരു കാര്യമാണ്. ഇപ്പൊ തന്നെ സൈന്യത്തെ തിരിച്ചു വിളിച്ചിരിക്കുകയാണ് ട്രംപ്. അതായത് 15 മാസം നീണ്ടു നിന്ന യുദ്ധത്തിനൊടുവിൽ ഇസ്രയേൽ സൈനികരെല്ലാവരും എന്ത് ചെയ്തു? ലീവിന് അവരവരുടെ വീടുകളിലെല്ലാം പോയതാണ്. അവരെ വീണ്ടും ഉടൻ തന്നെ തിരിച്ചെത്തണം എന്നുള്ള വാർണിംഗ് നൽകിയിട്ടുണ്ട് ട്രംപ്. അതിൽ നിന്നും തന്നെ ഉറപ്പിക്കാവുന്ന ഒരു കാര്യമാണ്, വീണ്ടും യുദ്ധത്തിലേക്കുള്ള നീക്കമാണ് ട്രംപിന്റെ ഉദ്ദേശമെന്ന്. അല്ലെങ്കിൽ തന്നെ വെടിനിർത്തൽ കരാർ വന്നെങ്കിലും അവിടെ ഇപ്പോഴും ആക്രമണം അങ്ങിങ്ങായിട്ട് തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഇസ്രയേൽ സൈന്യം പിൻവാങ്ങിയതിനെ തുടർന്ന് ഒളിവിൽ ആയിരുന്ന ഈ ഹമാസ് പ്രവർത്തകരെല്ലാം എന്ത് ചെയ്തു? വീണ്ടും രംഗത്ത് വന്നിരുന്നു. അവരാണ് ഈ ഇസ്രയേൽ ബന്ദികളെ മോചിപ്പിക്കുന്നത്. ഇപ്പൊ 33 ബന്ദികൾ ഉള്ളതിൽ 16 പേരെ ഹമാസ് വിട്ടയച്ചു. മാത്രമല്ല 8ഓളം ബന്ദികൾ കൊല്ലപ്പെട്ടെന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇപ്പോ ഹമാസ് ബന്ദികളെ മോചിപ്പിക്കുന്നത് നിർത്തിവെച്ചിരിക്കുകയാണ്. അതിനുള്ള ഒരു കാരണം, 2000-ന് താഴെ പലസ്തീൻ ബന്ദികളാണ് ഇസ്രയേലിന് കീഴിലുള്ളത്. അതിൽ 566 പേരെ മാത്രമാണ് ഇസ്രയേൽ വിട്ടയച്ചിട്ടുള്ളത്. അവിടെയും ഇനി മോചിപ്പിക്കാൻ കിടക്കുകയാണ്. ഹമാസിന്റെ വാദം ഇപ്പോഴും പലസ്തീനികളെ ബോംബ് ആക്രമണങ്ങളിൽ കൊന്നിരിക്കുകയാണെന്നാണ്. അതായത് വെടിനിർത്തൽ വന്നിട്ടും ആക്രമണം നടത്തുകയാണ് ചെയ്യുന്നത്. അതിനാൽ ഹമാസ് എന്ത് ചെയ്തു? അവർ ഭയങ്കരമായിട്ട് ക്ഷുഭിതരായിട്ട് ബന്ദികളെ മോചിപ്പിക്കുന്നത് നിർത്തിവെച്ചിരിക്കുകയാണ്. അതിനിടയ്ക്ക് ട്രംപിന്റെ പുതിയൊരു പ്രഖ്യാപനം കൂടി വന്നിട്ടുണ്ട്. ഗാസ നിവാസികൾ എത്രയും പെട്ടെന്ന് അവിടെ നിന്നിട്ടും ഒഴിഞ്ഞു പോവുക. കാരണം അതൊരു ഭീഷണിയുടെ സ്വരത്തിലൊന്നും അല്ല ട്രംപ് പറയുന്നത്, പക്ഷെ ഒരു കളിയാക്കൽ സ്വരത്തിൽ കൂടിയാണ് പറഞ്ഞിരിക്കുന്നത്. ഗാസയെ ഒരു ഉല്ലാസ കേന്ദ്രമാക്കി മാറ്റാൻ പോവുകയാണെന്നാണ് ട്രംപ് പറയുന്നത്. ട്രംപിന്റെ ഉദ്ദേശം എന്താണ്? ഗാസയെ ഒരു റിയൽ എസ്റ്റേറ്റ് കേന്ദ്രമാക്കി മാറ്റാനുള്ള ഉദ്ദേശമാണ്. സ്വന്തം രാജ്യം വിട്ടു പൊക്കോളൂ, ഇല്ലെങ്കിൽ ഇവിടെ കിടന്ന് മരിക്കേണ്ടി വരും. ഇതാണ് ട്രംപ് നൽകിയിരിക്കുന്ന വാണിംഗ്. ട്രംപിന്റെ ഉദ്ദേശം ഗാസയെ പിടിച്ചെടുക്കുക എന്നതാണ്. അതിനു വേണ്ടിയിട്ട് ഏതറ്റവും ട്രംപ് പോകും. എന്തായാലും ഇപ്പൊ അറബ് രാജ്യങ്ങൾ 16ഓളം അറബ് രാജ്യങ്ങൾ അടിയന്തര യോഗം ചേരുകയാണ് ഈ 27-ാം തീയതി. ട്രംപിന്റെ ഈ ഒരു നീക്കത്തിനെതിരെ. ട്രംപ് ഒരു എടുത്തുചാട്ടക്കാരനാണെന്ന് നമുക്കറിയാം. മുന്നും പിന്നും നോക്കാതെയുള്ള ഒരു പ്രകൃതക്കാരൻ. ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് വ്യക്തത കുറവുണ്ട്. എല്ലാം ഒരു ബിസിനസ് മൈൻഡിൽ മാത്രമാണ് ട്രംപ് കാണുന്നത്. ചില കാര്യങ്ങളെ അംഗീകരിച്ചു കൊടുക്കാം. കാരണം ഇപ്പൊ തന്നെ ഈ അനധികൃത കുടിയേറ്റക്കാരെ പറഞ്ഞു കിട്ടും. ഒരു രാജ്യത്തിന് ഭീഷണിയായിട്ട് തുടങ്ങിയാൽ ആ രാജ്യത്തിന് ഒരു അടിയന്തരമായിട്ടുള്ള തീരുമാനം എടുക്കാൻ. പക്ഷേ അതുപോലെ അല്ല ഇത്. ഗാസയുടെ കാര്യത്തിൽ ട്രംപിന്റെ നീക്കം ഗാസയെ പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യം തന്നെയാണ്. പലസ്തീൻ മണ്ണിന് വിട്ടുകൊടുക്കാതിരിക്കുക. അതിനുവേണ്ടിയാണ് ട്രംപിന്റെ ഇപ്പോഴുള്ള പ്രഖ്യാപനം. വെടിനിർത്തൽ പ്രഖ്യാപിച്ചപ്പോഴും ഇതൊരു യുദ്ധ അവസാനത്തിനല്ല എന്നുള്ള ഒരു തോന്നലുണ്ടായിരുന്നു. ട്രംപ് പറയുന്നത് എന്താണ്? പലസ്തീനികൾ വേണമെങ്കിൽ സൗദി അറേബ്യയിൽ പോയിട്ട് നിങ്ങളുടെ ഒരു രാഷ്ട്രം രൂപീകരിച്ചോളൂ, ഇവിടെ വിട്ടു പോകണമെന്നാണ്. എന്തായാലും ട്രംപിന്റെ ഉദ്ദേശം വീണ്ടും ഒരു യുദ്ധമുഖം സൃഷ്ടിക്കുക എന്നത് തന്നെയാണ്. അതുപോലെ ഹമാസിനെ ചാരമാക്കുക, ഗാസ പിടിച്ചെടുക്കുക, ഈ ലക്ഷ്യമാണ് ട്രംപിനുള്ളത്. ഇക്കുറി അറബ് രാഷ്ട്രങ്ങൾ കട്ടയ്ക്ക് നിൽക്കുകയാണ്. ആഗോളതലത്തിലേക്ക് യുദ്ധം വ്യാപിക്കുന്നതിന്റെ ഒരു സൂചന കൂടിയാണിത്. ട്രംപ് ഒരുപക്ഷെ ലോകവ്യാപകമായി യുദ്ധം പുറപ്പെടുവിക്കുന്നതിനായിട്ട് ഒരു തീപ്പൊരി ഇടുകയാണ് ചെയ്യുന്നത്. ഇനിയും ഗാസയെ ഉപദ്രവിച്ചാൽ കൂടുതൽ കാര്യങ്ങൾ വഷളാവുകയാണ് ചെയ്യുക. അതുപോലെ തന്നെ ഹമാസ് എത്രയും പെട്ടെന്ന് ബന്ദികളെ വിട്ടയക്കുന്നതാണ് നല്ലത്. ഇല്ലാത്ത പക്ഷം വീണ്ടും ഒരു യുദ്ധഭൂമിയായി മാറാൻ ഹമാസ് തന്നെ വഴിയൊരുക്കും. ഒരിക്കലും ഹമാസ് ഇസ്രയേലിന്
ഒരിക്കലും ഹമാസിന് ഇസ്രയേലിനോടോ അല്ലെങ്കിൽ അമേരിക്കയോടോ ചെറുത്ത് നിൽക്കാൻ സാധിക്കില്ല. ആ ഒരു സത്യാവസ്ഥ അവർ മനസ്സിലാക്കണം. പകരം കൂടുതൽ നിരപരാധികൾ വീണ്ടും അവിടെ മരിച്ചു വീഴുകയാണ് ചെയ്യുന്നത്. എന്തായാലും ഓരോ ദിവസം കൂടുമ്പോഴും ട്രംപ് ലോകത്തെ ഭീഷണിയുടെ മുന്നിൽ നിർത്തിക്കൊണ്ടിരിക്കുകയാണ്. ട്രംപിന്റെ ഈ ഒരു രണ്ടാം തിരിച്ചുവരവിന്റെ ഉദ്ദേശശുദ്ധി എന്താണെന്ന് ഇപ്പോഴും മനസ്സിലാകുന്നില്ല.